നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബ് എന്ന സംസ്ഥാനം തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ അവർക്കുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ മുന്നേറ്റം അതിനെ സൂചിപ്പിക്കുന്നതാണ്. ഇപ്പം പല നേതാക്കളും, കോൺഗ്രസ് വിട്ടുപോയ പല നേതാക്കളും നനഞ്ഞ് കോൺഗ്രസിലേക്ക് അഭയം പ്രാപിക്കാൻ ശ്രമിക്കുകയാണ്. അതിൽ ഒരു പ്രധാനിയായ കടൽക്കിഴവനാണ് 84-കാരനായ അധികാരക്കൊതിയനായ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്. ഇദ്ദേഹം കഴിഞ്ഞ തവണ കോൺഗ്രസ് തകർന്നടിഞ്ഞതിൽ പ്രധാനിയാണ്. കോൺഗ്രസിനെ കുറ്റം പറയുകയും പാർട്ടിക്കകത്തുള്ള പടലപ്പിണക്കം അത് ഊതി വീർപ്പിക്കുകയും ചെയ്ത് കോൺഗ്രസിനെ വലിയ രീതിയിൽ ദുരിതക്കയത്തിലേക്ക് പഞ്ചാബിലേക്ക് തള്ളിവിട്ട ഒരു പ്രധാന നേതാവാണ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്. ഇപ്പോൾ അദ്ദേഹം ചില ഒടിഞ്ഞ ന്യായവാദങ്ങളുമായി വന്നിരിക്കുകയാണ്. തൻ്റെ പിറന്നാൾ ദിവസവും അതുപോലെ തന്നെ മറ്റ് സവിശേഷ ദിവസങ്ങളിലൊക്കെ BJPയിലെ ഒരു നേതാവ് പോലും തന്നെ വിളിക്കാറില്ല, പരിചയം പുതുക്കാറില്ല. പക്ഷേ കോൺഗ്രസിലെ പല നേതാക്കളും, രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ തന്നോട് വളരെ ബഹുമാനത്തോടെയാണ് പെരുമാറുന്നത്. അവർ പരിചയം പുതുക്കാറുണ്ട്. ഇതൊരു വാക്കായി കണ്ട് കോൺഗ്രസിൽ തിരിച്ച് സ്ഥാനമാനങ്ങളെല്ലാം കിട്ടും. വീണ്ടും കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ, എവിടെയെങ്കിലും നിന്നൊരു ഷുവർ സീറ്റിൽ നിന്ന് ജയിച്ചാൽ വീണ്ടും മുഖ്യമന്ത്രി കസേരയിൽ ഞെളിഞ്ഞിരിക്കാമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ വിചാരം. അല്പത്തരമെന്നല്ലാതെ എന്ത് പറയാൻ. കാരണം ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ ഇന്ന് കോൺഗ്രസിന് ആവശ്യമില്ല. കോൺഗ്രസിൻ്റെ നല്ല കാലം മുഴുവൻ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് വലിയ തോതിൽ അദ്ദേഹം ആർഭാടകരമായി തന്നെ ജീവിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ അതിന് ക്ഷയം സംഭവിച്ചപ്പോൾ, കാര്യമായി മറ്റാരും വില കൽപ്പിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ, കോൺഗ്രസ് വിട്ട് BJPയുമായി സഖ്യം കൂടിയതിന് ശേഷം ഒരു രീതിയിലും വിലയില്ല, ആരും വില കൊടുക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ, സ്വന്തം വില ഇടിഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ, നാണവും മാനവും ഇല്ലാതെ വീണ്ടും കോൺഗ്രസിൽ അള്ളിപ്പറ്റാൻ വേണ്ടിയുള്ള നെറികെട്ട കളികളുമായി എത്തുകയാണ്. ചരൺജിത് സിംഗ് ചന്നി അടക്കമുള്ള നേതാക്കളെ വലിയ തോതിൽ പരാജയപ്പെടുത്താൻ രഹസ്യ ഡീല് നടത്തിയ വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് പലപ്പോഴായി പറയുന്നുണ്ട്. ഏതായാലും നവജോത് സിംഗ് സിദ്ധുവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. അതിനേക്കാൾ പ്രധാനം വന്നത് സ്വന്തം മാതൃപ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ്. കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനം വെച്ച് നീട്ടി 2017 മുതൽ 2022 തുടക്കം ഏറ്റവും മോശമായ അവസ്ഥയിൽ പഞ്ചാബിലെ കോൺഗ്രസിനെ തള്ളിവിടാൻ ഇദ്ദേഹം ശ്രമിച്ചതിൻ്റെ പിന്നിലെ ചേതോവികാരം എന്താണ്? ഇപ്പോൾ രാഘവ് ചന്ദ അടക്കമുള്ളവർ ആം ആദ്മി വിട്ട് BJPയിലേക്ക് എത്തി. BJPക്ക് അവിടെ പക്ഷേ എന്നിട്ടും വലിയ സ്കോപ്പ് ഇല്ല എന്നുള്ളത് പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിലൊക്കെ കാണുന്നതാണ്. എന്നാൽ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നുമുണ്ട്. ആം ആദ്മി പാർട്ടി കുറേയൊക്കെ വോട്ട് പിടിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അടുത്ത തവണ ഭരണം നിലനിർത്താൻ കഴിയുമോ എന്ന പ്രതീക്ഷയില്ല. അമരീന്ദർ സിംഗ് ആവട്ടെ വീണ്ടും കോൺഗ്രസിലെത്തി നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പ്രാദേശിക പ്രവർത്തകർ ഉറപ്പിച്ചു പറയുന്നു.